തെയ്യപ്പറമ്പിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തെയ്യങ്ങൾ കെട്ടിയാടുന്ന കേന്ദ്രങ്ങളെ കുറിച്ചിട്ടാണ്. തെയ്യങ്ങൾ കെട്ടിയാടുന്ന കേന്ദ്രങ്ങളെ പൊതുവെ വിളിക്കുന്നത് കാവുകൾ എന്നാണ്. കേരളത്തിലെമ്പാടും പല കാവുകൾ കാണാമെങ്കിലും തെയ്യം കുടികൊള്ളുന്ന കാവ് കാണണമെങ്കിൽ ഇനി വടക്കന മണ്ണിലേക്ക് വരണം. താന്ത്രികാരാധനാ വിധി പ്രകാരമുള്ള ക്ഷേത്രങ്ങളുടെ മാതൃകയിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാണ് തെയ്യക്കാവുകൾ. ഒന്നോ രണ്ടോ ആചാരക്കാർക്ക് മാത്രം കയറിച്ചേർന്ന് കർമ്മം നിർവഹിക്കാനുള്ള ഇടം മാത്രമേ കാവിനകത്തെ പള്ളിയറകളിൽ ഉണ്ടാവൂ. പള്ളിയറയിൽ സദാ നിറഞ്ഞു നിൽക്കുന്ന ദീപവും അതിനരികിൽ പള്ളിപീഠവും പീഠത്തിന്മേൽ വിരിച്ചിട്ട കോലാരിയൻ പട്ടിന്മേൽ ഓരോ ദൈവത്തിൻ്റെ സങ്കല്പത്തിലുള്ള തിരുവായുധങ്ങളും വെച്ചിട്ടുണ്ടാവും. ക്ഷേത്രത്തിലേതുപോലുള്ള ബിംബപ്രതിഷ്ഠകൾ കാവിനകത്ത് പതിവില്ല. പള്ളിയറ, അറ, മുന്തിയ, കഴകം, കോട്ടം, കളരി, കൂലകം, മതിലകം, ഇടം, മാടം, വാതിൽമാടം, ഗോപുരം തുടങ്ങിയ പല പേരുകളിൽ തെയ്യസ്ഥാനങ്ങളുണ്ട്. ഇതുകൂടാതെ തറവാടുകളിലെ കന്നിത്തറകളും പടിഞ്ഞാറ്റകളും തിരുമുറ്റം ചെത്തിവൃത്തിയാക്കിയും തെയ്യത്തിന് അരങ്ങൊരുക്കാറുണ്ട്. ചില തെയ്യങ്ങൾക്ക് കൊയ്ത്തു കഴിഞ്ഞ വയൽ നടുവിലും പറമ്പുകളിലും താൽക്കാലിക പതികെട്ടി തെയ്യം നടത്തി വരുന്നതും സാധാരണയാണ്.